ഹലോ വീഡിയോ അറിയോ അറിയോ കൈ വിടരുത്. ഇന്ന് ഞാനും എൻ്റെ ഫാമിലിയും ഒരു ട്രിപ്പ് പോവുക. ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് എ ട്രിപ്പ്. എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യലാണ് മെയിൻ അജണ്ട. ബട്ട് ഇവരെല്ലാം കൂടി ഇതൊരു ട്രിപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് കോഴിക്കോട് നിന്നാണ് കേട്ടോ ഫ്ലൈറ്റ്. ഫാമിലിന്റെ കൂടെ ആയതുകൊണ്ട് തന്നെ 8 മണീന്റെ ഫ്ലൈറ്റിന് നമ്മൾ 4 മണിയായപ്പോഴത്തേക്ക് എയർപോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചു നേരം ഈച്ചനെ ഇരിക്കാം. ഇതെന്താ എക്സ്ട്രാ ഒരാളെന്നല്ലേ? എന്റെ വല്യമ്മയാണ് കേട്ടോ. വല്യമ്മ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. കറക്റ്റ് ടീ ബ്രേക്കിന്റെ ടൈം ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റി. അങ്ങനെ ക്ലബ് സുലൈമാനി നിന്ന് ലൈറ്റ് ആയിട്ട് നമ്മളൊരു കോഫിയും സാൻഡ്വിച്ചും അകത്താക്കി. നമ്മൾ കാലിക്കറ്റ് ടു റൂർക്കി. ഓക്കെ, നമ്മളിപ്പോ റൂർക്കിയിലോട്ടാണ് പോകാൻ പോകുന്നത്. കോളേജ് അഡ്മിഷനും ആയിട്ടില്ല, ഒരു ഇന്റർവ്യൂവിന് പോവാണ്. അതിനാണ് മൈ ഗോഡ്. Then we have flight from Calicut to Hyderabad, then 2 hours layover there, and then to Delhi to Roorkee by Uber. We are going to Roorkee, attending the Thursday interview. And what after that? എന്തെങ്കിലും മനസ്സിലായോ? ഐ തിങ്ക് സോ ഒന്ന് മനസ്സിലായിന്ന്. ബട്ട് ദെൻ ഞാനെല്ലാം വോയിസ് ഓവർ ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആവാന്ന് എനിക്ക് തോന്നുന്നു. ഞാനെന്താ ഇത്ര എക്സൈറ്റഡ് എന്നല്ലേ? നമ്മൾ ഒരു സെലിബ്രിറ്റിനെ കണ്ടു, അത്രേ ഉള്ളൂ. കുറെ കാലത്തിന് ശേഷം അറിയുന്ന ആളെ കണ്ടാൽ തന്നെ ഞാൻ ഇങ്ങനെ. പിന്നെ സെലിബ്രിറ്റിന്റെ കാര്യം പറയണ്ടല്ലോ. യെസ്, യോഗി ബാബു. പുള്ളി കുറെ നേരമായിട്ട് ഒരു ഷോപ്പിലുണ്ടെന്ന്. ആദ്യം കുറച്ച് മടിച്ചെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു പോയി ഒരു ഫോട്ടോ എടുക്കാമെന്ന്. നമ്മുടെ ട്രാവൽ പ്ലാൻ പറഞ്ഞുതരാട്ടോ. കാലിക്കറ്റ് ടു ഹൈദരാബാദ് ആൻഡ് അവിടെ കുറച്ചു നേരം ലേ ഓവർ ഉണ്ട്. അവിടുന്ന് ഡൽഹിയിലോട്ട്. ഡൽഹി എത്തുമ്പോൾ പുലർച്ചെ ആയിരിക്കും. കുറച്ചു നേരം എയർപോർട്ടിൽ ഇരുന്നിട്ട് പോവാന്നാണ് പ്ലാന്. ഡൽഹി ടു റൂർക്കി ഊബർ ആയിരിക്കും കേട്ടോ പോവാ. ഹോൾ ട്രിപ്പ് ഞാനാണ് പ്ലാൻ ചെയ്തത്. ഹെൽപ്പ് ചെയ്യാൻ ChatGPT ഉണ്ടായിരുന്നു. ഫ്ലൈറ്റില് കുറെ സീറ്റ്സ് വേക്കന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 3 ആൾക്കും ഒരുമിച്ചിരിക്കാൻ പറ്റി. ഞാൻ വിൻഡോ സീറ്റിൽ വലിയ കാര്യത്തിൽ കേറിയിരുന്നെങ്കിലും നോ ഗുണം. രാത്രിയല്ലേ, എന്ത് വ്യൂ കിട്ടാനാ. നമ്മൾ 4 ആളും ഇങ്ങനെ ഒരുമിച്ച് എവിടെയെങ്കിലൊക്കെ പോയിട്ട് കുറച്ച് അധിക കാലമായി എന്നാ തോന്നുന്നത്. പുറത്തുള്ള വെളിച്ചം കണ്ടാ തോന്നും മോർണിംഗ് 6:37 ഒക്കെ ആണെന്ന്. ബട്ട് ആക്ച്വലി 5:15 ഉള്ളൂ. അങ്ങനെ നല്ല ഉറക്കത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇതാണ് നമ്മുടെ റൂം. വെരി സ്മോൾ റൂം. നോക്ക്, ബെഡ്. ഇനി ഇങ്ങനെ ഈ റൂം കിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പൊ എടുക്കുന്നത്. ആൻഡ് ടി വി ആൻഡ് സ്മോൾ വാർഡ്രോബ്. ഇവിടെ ഇതൊക്കെ തന്നെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം. ആൻഡ് വാഷ്റൂം. മറ്റേ റൂം കുറച്ചും കൂടി വലുതാകും. ഇവിടെ
നമുക്ക് ഈ പ്ലേസ് ആക്ച്വലി എന്തോ ലക്കിന് കിട്ടിയതാ. 300+ ആൾക്കാർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ റൂം ബുക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മൾ കുറച്ച് മാറിയിട്ടാണെങ്കിലും നല്ലൊരു പ്ലേസ് കിട്ടി. ഇതാണെങ്കിൽ 1 month ആയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. എനിക്ക് ഫുഡൊക്കെ എത്ര വേണേലും അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് ദി പ്ലേസ് ദാറ്റ് വി സ്റ്റേ മസ്റ്റ് ബി ക്ലീൻ. ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ തന്നെ ഫുഡും ഉണ്ട്. ഇവിടുത്തെ കോഫി എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഇവിടെ ഒക്കെ ആൾക്കാർ ടീ ലവേഴ്സ് അല്ലേ, മേ ബി അതുകൊണ്ടായിരിക്കും. ആകാശ് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് കറങ്ങാൻ ഇറങ്ങി. എൻ്റെ ഒരു പ്ലാനിങ്ങില് ഇന്ന് ഷോപ്പിംഗ് ഡേ ആയിരുന്നു. സിവിൽ ലൈൻസ് മാർക്കറ്റ് ഓർ സലോണി മാർക്കറ്റ് ആയിരുന്നു എൻ്റെ മൈൻഡില്. പോകുന്ന വഴിക്ക് മൊത്തം എന്താ ഈ കണ്ടത്? സഡൻ ചേഞ്ച് ഓഫ് പ്ലാൻസ്. ആകാശിന് ഗുരുദ്വാര പോണെന്ന്. അവിടുത്തെ ഫ്രീ ഫുഡ് വേണം പോലും. മൂപ്പര് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്. അവിടെ ചെന്നപ്പോ അത് ക്ലോസ്ഡ്. പിന്നെ അവിടെ അടുത്തുള്ള കുറച്ച് ഷോപ്സ് പോയിട്ട് ഷോപ്പിംഗ് ആൻഡ് ഫുഡ് അടി തീർത്തു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1842 സൊലാനി അക്വിഡക്ട് ബിൽഡ് ചെയ്യുന്നത്. വെസ്റ്റേൺ ഉത്തർപ്രദേശ് ആൻഡ് ഉത്തരാഖണ്ഡിലെ ഡ്രൈ ഏരിയാസിലേക്ക് ഇറിഗേഷന് വേണ്ടി ഗംഗയിൽ നിന്ന് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ബിൽഡ് ചെയ്തത്. ഈ ഒരു അക്വിഡക്ട് കാരണമാണ് ഇന്ത്യയിലെ ഫസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് റൂർക്കിയിൽ വന്നത്, വിച്ച് ലേറ്റർ ബിക്കെയിം IIT റൂർക്കി. ഈ അക്വിഡക്റ്റിന് ചേർന്നുകൊണ്ട് തന്നെ ഒരു പാർക്ക് ഉണ്ട്. അവിടെ നമ്മൾ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്ത് അതിനുശേഷം ഫുഡ് അടിയിലേക്ക് പോയി. ഇവിടെ അധികവും ദാബാസ് ആണ്. സോ നമ്മള് IITന്റെ അടുത്തുള്ള ഒരു പഞ്ചാബി ദാബയിൽ പോയിട്ട് നല്ല ഫുഡ് കഴിച്ചു. ദ ഫുഡ് വാസ് ആബ്സല്യൂട്ട്ലി ഡെലീഷ്യസ്. ഇന്ന് ഡേ 2. ബ്രേക്ക്ഫാസ്റ്റ് ഒരു ആലു പറാത്ത കഴിച്ചിട്ട് തുടങ്ങി. ഇന്നാണ് എന്റെ ടെസ്റ്റ് ഡേ. IIT റൂർക്കിയിൽ വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IIT റൂർക്കി ആദ്യം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു, തോംസൺ കോളേജ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. ഈ ഒരു കോളേജ് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ അപ്പർ ഗംഗ കനാൽ വർക്ക്സ് നടക്കുമ്പോൾ അവിടേക്ക് കുറെ എഞ്ചിനീയേഴ്സിനെ വേണമായിരുന്നു. അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കോളേജ് ബിൽഡ് ചെയ്തത്. ആൻഡ് ദിസ് ഈസ് ദി 7th IIT ഇൻ ഇന്ത്യ. അങ്ങനെ ഞാൻ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്ത് വന്നു. മീൻവൈൽ ഇവർ ഫുൾ ക്യാമ്പസ് ചുറ്റിക്കറങ്ങി. ക്യാൻറ്റീനിൽ നിന്ന് ഫുഡും കഴിച്ചു. ഫുഡൊക്കെ പുറത്തത്തെ വെച്ച് നോക്കുമ്പോൾ ഹാഫ് പ്രൈസോ ഉള്ളൂ അത്രേ. അവിടുന്ന് നേരെ നമ്മളെ റൂമിലോട്ട് വിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ലഞ്ചും കഴിച്ചു. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇസ് ഹർ കി പൗരി, വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ ഹരിദ്വാർ. അവിടുത്തെ ഗംഗ ആരതിക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ആ ലൊക്കേഷൻ ചൂസ് ചെയ്ത്. പണ്ട് വിനീത് ആൻഡ് കാവ്യന്റെ ബനാറസ് ഫിലിം കണ്ടപ്പോ തൊട്ട് എനിക്ക് ബനാറസ് പോണെന്ന് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്തപ്പോ ഐ സോ ദറ്റ് ആരതി. അപ്പൊ എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വീണ്ടും ഒരു ആഗ്രഹം വന്നു. ആൻഡ് ടുഡേ അതേപോലത്തെ ആരതി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഐ എം സോ എക്സൈറ്റഡ്. അങ്ങോട്ടേക്ക് ആകാശമില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബസ്സിൽ പോവാന്ന് വെച്ചു. അങ്ങനെ ഒരു ചെറിയ സ്റ്റോളിന്റെ തണലത്ത് കുറെ നേരം ബസ് വെയിറ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. അവൻ വേറെ ഏതോ നാട്ടിൽ നിന്ന് ഇവിടെ ജോലി എടുക്കാൻ വന്നതാ. അവന്റെ ഒരു ഫ്രണ്ട് കേരളത്തിലുണ്ടെന്നും പറഞ്ഞു. അച്ഛനാട്ടോ കൂടുതൽ സംസാരിച്ച്. അപ്പൊ അവിടെ ഫുഡ് കഴിക്കാൻ വന്ന 2 ആൾക്കാര് ലിഫ്റ്റ് ഓഫർ ചെയ്തു നമുക്ക്. എനിക്ക് കുറച്ച് വിയേർഡായി തോന്നി. ബട്ട് പേരൻസ് ഒക്കെ ഇല്ലേ, നോക്കുമ്പോ UP പോലീസ് ആണ്. വീക്കെൻഡ് ഒക്കെ കറങ്ങാൻ ഇറങ്ങിയതാ അത്രേ. അവിടെ ഒരു മിനി കാരവൻ തന്നെയാണെന്ന് പറയാം ആ കാറ്. നമ്മുടെ 2 കൂട്ടുകാരുടെയും ഡെസ്റ്റിനേഷൻ സെയിം ആയിരുന്നു കേട്ടോ. ഗംഗാ നദിയുടെ തീരത്തുള്ള ഒരു സീക്രട്ട് ഘട്ടാണ് ഹർ കി പൗരി അഥവാ സ്റ്റെപ്സ് ഓഫ് ലോർഡ് ശിവ. വിഷ്ണുവിന്റെ ഫുട് പ്രിന്റ് ഉള്ള ഒരു കല്ലുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്.
ഗംഗാ നദിയോടുള്ള ഒരു നന്ദി പ്രകടനമാണ് ഈ ഗംഗാ ആരതി. ഇത് നിർമ്മിച്ചത് കിങ് വിക്രമാദിത്യ ആണ്. ഓൾസോ അവർ ഇവിടെ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. നമ്മൾ നേരത്തെ അവിടേക്ക് പോയോണ്ട് ആരതി അറ്റൻഡ് ചെയ്യാൻ ഒരു 1-2 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നമുക്ക് പോവാന്ന്. സാരല്ല, എപ്പോഴേലും ബനാറസ് പോവാം. ഇന്നത്തെ ദിവസം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും അമ്മയും ഡിന്നർ പനീർ ബിരിയാണി ആക്കി. ഇന്ന് ഡേ 3. ഇന്നത്തെ നമ്മളെ ഡെസ്റ്റിനേഷൻ ഉത്തരാഖണ്ഡിലെ രാജാജി നാഷണൽ പാർക്ക് ആണ്. ഇതെന്തിന്റെ അറിയോ? രാജാജി നാഷണൽ പാർക്ക് 3 ഡിസ്ട്രിക്ട്സിലായിട്ടാണ് പരന്നു കിടക്കുന്നത്. ഹരിദ്വാർ, ഡെഹ്റാഡൂൺ, പൗരി ഗർവാൾ. 3 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് മെർജ് ചെയ്തിട്ട് 1983 ഇത് ഫോം ആവുന്നത്. ഇവിടുത്തെ കീ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഏഷ്യൻ എലിഫന്റ്സ്, ബംഗാൾ ടൈഗർ, ലെപ്പേർഡ്സ്, സ്ലോത്ത് ബേഴ്സ്, സാംബാർസ്, സ്പോട്ടഡ് ഡിയർ ആൻഡ് ഇവിടെ 300-ലധികം ബേർഡ് സ്പീഷീസും ഉണ്ട്. അച്ഛൻ്റെ ഇവിടുത്തെ ഡയറക്ഷനും ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഇത് ഡിയറിൻ്റെയും പിന്നെ പശുവിൻ്റെ സ്പോട്ടാന്ന് തോന്നുന്നു. ഇനി എന്തൊക്കെ കാണാണ്ടെന്ന് അറിയില്ല. ഇനി ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടുവറ്റ ഒളിച്ച് നിൽക്കുന്നുണ്ടോയെന്നും നമുക്കറിയില്ല. ഒരു കടുവ കൂടെ ഉള്ളത് കാരണം അതാരാമേ എല്ലാ മൃഗവും ഞാനാണെന്ന്. ഓക്കെ, ഞാൻ എന്താ മൗഗ്ലിയോ? പിന്നെ എവിടുന്ന അമ്മ കിട്ടിയ? ഹോസ്പിറ്റലിൽ നിന്ന് മാറിപ്പോയിട്ടാന്നാ തോന്നുന്നു. എന്റെ ഭംഗി അറിഞ്ഞിരിക്കും. നിങ്ങളും ഭംഗിയായിട്ട് മാച്ച് ആവുന്നില്ലല്ലോ. യെസ്. ഇന്ന് രാവിലെ നല്ല മഴ പെയ്തതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. തീരെ ടയറിങ് ആയിരുന്നില്ല. നമ്മുടെ മുമ്പിൽ പോയ ടീംസ് വഴി തെറ്റിച്ചെടുത്തപ്പോ ചളിയിൽ ടയറ് താഴ്ന്നുപോയി. അവര് വണ്ടി ഉന്തി പുറത്തൊക്കെ എടുത്ത്. ഇവിടെ ഒരുപാട് യൂക്കാലിപ്റ്റസ് ട്രീസ് ഉണ്ട് കേട്ടോ. ബ്രിട്ടീഷ് ഭരണത്തിന്റെയും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ടൈമിലുമാണ് ഇവിടെ യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രാജാജിയില് ഇപ്പൊ ഈ ട്രീസ് ഉള്ള സ്ഥലത്ത് പണ്ട് ഡീഫോറസ്റ്റേഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ റീഫോറസ്റ്റേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്രയും പ്ലാന്റേഷൻ നട്ടുപിടിപ്പിച്ചത്. ഇപ്പൊ നമ്മൾ കുറച്ച് മയിലിനൊക്കെ സ്പോട്ട് ചെയ്ത്. നേരത്തെ മാനയായിരുന്നു. നമ്മൾ കാണുമ്പോഴത്തേക്ക് മയിലെല്ലാം കാടിന്റെ ഉള്ളിലേക്ക് പോവുക. ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി. ഇതുവരെ പുലീനൊന്നും കണ്ടിട്ടില്ല. നമ്മളെ മുന്നിൽ കൂടെ കുറെ കിളികൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ആ സ്പോട്ടില് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, കാട്ടുകോഴീനെ കണ്ടു. പിന്നെ ഒരു വൈറ്റ് വാലിങ്ങനെ ആട്ടിക്കൊണ്ടുള്ള വാലാട്ടിക്കിളീനെ കണ്ട്. പിന്നെ വേറെ എന്തോ കുഞ്ഞു കുഞ്ഞി അടക്കാക്കിളി വറുത്ത കിളികൾ ഉണ്ടായിരുന്നു.
ഒരു ഹാറ്റിയുമില്ല, ഒരു പാറ്റിയുമില്ല. അപ്പൊ മുട്ടിട്ട് വയ്യേനു. ഓ നാട്ടില് മൈനനെ കണ്ട ഒറ്റ മൈന പറയുന്ന ടീംസ് ആണ്. അതാര്? ഞാനല്ല മോളെ. അച്ഛൻ അന്ധവിശ്വാസിയല്ല. അച്ഛൻ അന്ധവിശ്വാസിയല്ല. അച്ഛൻ അന്ധവിശ്വാസിയല്ല, അച്ഛന്റെ വിശ്വാസം. അച്ഛൻ പരിശുദ്ധ വിശ്വാസിയാ. അങ്ങനെ നമ്മള് സഫാരി എല്ലാം കഴിഞ്ഞ് വന്നു. ഇനി നമുക്ക് കുറച്ച് ഖാന ആവാം. ഖാന എന്നെ കൂട്ടാണ്ട് പോകുന്നുണ്ട്. ഓ ആദ്യത്തെ ബാച്ചാട്ടോ പോകുന്നത്. ഞാൻ രണ്ടാമത്തെ ബാച്ചിലുള്ളതെന്നാണ് ഇവര് പറയുന്നത്. പോയിക്കോട്ടെ. ഇന്ന് ഉത്തരാഖണ്ഡിലെ നമ്മളെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഏർലി മോർണിംഗ് നമ്മൾ ഡൽഹിയിലോട്ട് പോകും. സോ ബിഫോർ ദാറ്റ് നമ്മൾ വിചാരിച്ചു ഒരു കുട്ടി ഈവനിങ് വാക്കിന് പോവാന്ന്. നാട്ടിൽ നിന്ന് നല്ല പയ്യോളി മിക്സർ അമ്മ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സമയം ഇപ്പോ 7:30 ആണ് കേട്ടോ. ഇവിടെ മൊത്തം പാടം, പശു, ട്രാക്ടർ ഒക്കെയാണ്. ഇടക്ക് അവിടെ എവിടെയൊക്കെ ഓരോ ബിൽഡിംഗ് ഉണ്ടാവും. തക്കാളിയൊക്കെ സൈഡിൽ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. വിളവെടുപ്പ് എടുത്തപ്പം കേട് വന്ന പീസസ് ആണെന്ന് തോന്നുന്നു. നമ്മൾ അധിക ദൂരം ഒന്നും പോയില്ല കേട്ടോ. സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. ഓൾസോ നല്ല ഇരുട്ട്. ഇന്ന് ഡിന്നറിന് നമ്മൾ പനീർ ആൻഡ് റൊട്ടിയാണ് കേട്ടോ പറഞ്ഞത്. എന്റെ പൊന്നോ അടിപൊളി. ത്രൂ ഔട്ട് ദി ട്രിപ്പ് ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഫുഡൊക്കെ എന്ത് റിച്ച് ഫ്ലേവേർഡ് ആണെന്ന് അറിയോ. അങ്ങനെ ഡിന്നർ എല്ലാം കഴിച്ച് നമ്മൾ കിടന്നു. നാളെ ഏർലി മോർണിംഗ് എണീറ്റ് പോണ്ടേ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എന്തോ ചെറിയൊരു മിസ്സിങ് പോലെ, ചെറുതായിട്ട്. കുറച്ചു ദിവസം വീട് പോലെ നിന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. ഒരു ഇഷ്യൂസും ഫേസ് ചെയ്തിട്ടില്ലല്ലോ. ഫുഡും സൂപ്പർ. ഇനി ഡൽഹി കാറിലാട്ടോ പോകുന്നത്. നമ്മൾ റൂം എടുത്തത് ഹൗസ് കാസ്റ്റിന്റെ അവിടെയാണ്. ഇൻ ബിറ്റ്വീൻ ഒരു ടീ ബ്രേക്ക് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിരുന്നു നമ്മുടെ പ്ലാൻ. ബട്ട് 12 ആവാണ്ട് ചെക്ക് ഇൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ വി തോട്ട് എന്നാ പിന്നെ ബ്രഞ്ച് കഴിച്ചിട്ട് ആവാന്ന്. ആക്ച്വലി നമ്മൾ റൂം എടുത്തത് ഒരു ഹിസ്റ്റോറിക് സ്ഥലത്താണ്. ആൻഡ് നൗ ദിസ് പ്ലേസ് ഇസ് എ വെരി പോഷ് ഏരിയ വിത്ത് 20 ഷോപ്സ് ആൻഡ് ലോഡ്ജിങ്സ്. ഫുഡ് കഴിക്കാൻ പോയത് നൈവേദ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റിലാ. ഒരു തമിഴ് എസ്തറ്റിക് റെസ്റ്റോറന്റ്. ദി ഫുഡ് ഡേ വാസ് സോ ഗുഡ്. കോംപ്ലിമെന്ററി ആയിട്ട് പാപ്പഡ് ആൻഡ് രസം ആയിരുന്നു. അവിടുത്തെ എല്ലാ ഐറ്റംസിനും ഒരു എസ്തറ്റിക് ടച്ച് ഉണ്ടായിരുന്നു. ഈവൻ ദ യൂണിഫോംസ്. നമ്മൾ താലിയാണ് കേട്ടോ കഴിച്ചത്. എല്ലാ ഗേൾസിന്റെ ഡ്രീം ആണെന്ന് തന്നെ പറയാല്ലേ സരോജിനി പോണത്. സൗത്ത് ഡൽഹിയിലാണ് സരോജിനി നഗർ മാർക്കറ്റ് ഉള്ളത്. ആൻഡ് എല്ലാവർക്കും അറിയുന്നത് പോലെ അഫോർഡബിൾ ഫാഷൻ ആണ് ഇത് അറിയപ്പെടുന്നത്. ഒറിജിനലി ഇതൊരു ഗവൺമെന്റ് റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു. അടുത്ത് തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സസ് ഒക്കെ ആയിട്ട്. ഫ്രീഡം ഫൈറ്റർ ആൻഡ് പോയറ്റ് സരോജിനി നായിഡുവിന്റെ പേരിലാണ് ഈ മാർക്കറ്റ് അറിയപ്പെടുന്നത്. റീസെന്റ് ആയിട്ടുള്ള റീഡെവലപ്മെന്റ് പ്ലാൻസും അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻസും കാരണം വെൻഡേഴ്സും അതോറിറ്റീസും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ഈ ഇടയ്ക്ക് JCB വെച്ചിട്ട് ഡെമോളിഷ് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. കുറെ പേരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. നമ്മൾ പോയപ്പോഴാണെ പോലും പോലീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് കുട്ടി കുട്ടി ഷോപ്സ് ഒക്കെ ഉള്ളിലോട്ട് കയറ്റുന്നുണ്ടായിരുന്നു. എവിടുന്നോ ആരോ പോലീസ് വരുന്നുണ്ട് എന്നുള്ള ന്യൂസ് എല്ലാം പറയും. അപ്പത്തേക്ക് ഇവർ സ്ട്രീറ്റിലോട്ട് കിടക്കുന്ന ഷോപ്സ് എല്ലാം ഹൈഡ് ചെയ്യും. സരോജിനി ഷോപ്പിംഗ് ഹാൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് കാണാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുക്കാം. 200 रुपीस 200 और ये 100 ഓക്കെ ബൈ. അവിടുന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കാലൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു. നല്ല വിശപ്പും. നമ്മൾ നേരെ ഹൗസ് കാസിലോട്ട് വിട്ട് അവിടെ ഒരു കഫേ നിന്ന് ഒരു ബർഗർ കോംബോ കഴിച്ചു. ആൻഡ് ദെൻ ഹൗസ് കാസ് എന്നുള്ള ഹിസ്റ്റോറിക് പ്ലേസിലോട്ട് പോയി. ഹൗസ് കാസ് അഗെയിൻ സൗത്ത് ഡൽഹിയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹൗസ് കാസ് എന്നുള്ള പേര് പേർഷ്യൻ വേർഡ്സ് നിന്നാണ് വരുന്നത്.
ഹൗസ് കാസ് എന്ന് വെച്ചാൽ വാട്ടർ ടാങ്ക് ആൻഡ് കാസ് മീൻസ് റോയൽ. അങ്ങനെ വെച്ച റോയൽ റിസർവോയർ. ഡൽഹിയിലുള്ള വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സിറ്റീസ് ആണ് സിരി. അവിടുത്തെ ആൾക്കാർക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റിസർവോയർ അലാദീൻ ഖിൽജി 14th സെഞ്ചുറിയിൽ ഉണ്ടാക്കുന്നത്. പിന്നീട് 1350s ഫിറോസ് ഷാ തുഗ്ലക് ഈ ടാങ്ക് റിനോവേറ്റ് ചെയ്ത് അവിടെ ഒരു മദ്രസയും അവരുടെ തന്നെ ടോംബും പിന്നെ ഒരു പള്ളിയും പണിതു, ടേണിംഗ് ദി ഏരിയ ഇൻ ടു എ സെന്റർ ഓഫ് ലേണിംഗ്. ഇപ്പോ ഈ ഒരു സ്ഥലത്തിന് ചുറ്റും ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ്, കെഫേസും ആർട്ട് ഗാലറീസും ബൊട്ടീക്സും സോഷ്യൽസും ഒക്കെ ആയിട്ട്. ഈവനിങ് എഗെയിൻ നമ്മൾ നൈവേദ്യത്തിലോട്ടാ പോയത്. ആകാശ് ഇന്ന് മൊത്തം അവന്റെ ഫ്രണ്ടിന്റെ കൂടെ ആയിരുന്നു കേട്ടോ. അച്ഛനൊരു പൂരി മസാലയും ഞാൻ ഒരു ബിസി ബെല്ലെ ബാത്തും അമ്മ ഒരു മാംഗോ ഷേക്കും ആണ് പറഞ്ഞത്. ബിസി ബെല്ലെ ബാത്തിൽ റൈസും കുറെ വെജിറ്റബിൾസും സ്പൈസസും നട്ട്സും ഒക്കെ ആയിരുന്നു ഉള്ളത്. ഒരു സാമ്പാർ റൈസ് വിത്ത് നട്ട്സ് ഒക്കെ കഴിച്ച മാതിരി. ഇന്നത്തോടു കൂടി എല്ലാം കഴിഞ്ഞു. നാളെ ഏർലി മോർണിംഗ് നമുക്ക് നിസാമുദ്ദീൻ നിന്നാണ് ട്രെയിന്. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഹൗസ് കാർ സ്ട്രീറ്റിലൂടെ കുറച്ച് നടന്നു. ആകാശ് മിനീസിൽ നിന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് സ്ട്രീറ്റ് ഡോഗ്സും ഒരു ഷിറ്റ്സും ആയിട്ട് ഒരു കശപിശൊക്കെ കണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് 1 വീക്ക് ട്രിപ്പിന്റെ എൻഡ് ആവാണ് ഇന്ന്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ കുറെ മനസ്സിലാക്കാനും കുറെ പഠിക്കാനും ഒക്കെ പറ്റിയെന്ന് തോന്നുന്നു. On a positive note, we wrapped up the trip with full hearts and tired feet, but a bag full of memories.